Welcome to the quick introduction about machine learning. ഇതിൽ നമ്മൾ കവർ ചെയ്യുന്ന മെഷീൻ ലേണിംഗിന്റെ ഡെഫിനേഷൻ, യൂസ് കേസസ്, ലേണിംഗ് ടൈപ്പ് ബേസ്ഡ് ഓൺ ഇൻപുട്ട് ആൻഡ് മോഡൽ ബിൽഡിംഗ് ഓവർവ്യൂ ഇത്രയുമാണ്. We know that മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ് ഫീൽഡ് ആണ്. Machine learning is a field of artificial intelligence that enables computer system to learn and improve from data without being explicitly programmed. നമ്മൾ ലാർജ് ഡേറ്റ സെറ്റിൽ അനലൈസ് ചെയ്തുകൊണ്ട് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പ്രഡിക്ഷൻസ് മേക്ക് ചെയ്യുന്നു, ന്യൂ ഇൻഫർമേഷൻ എടുക്കുന്നു, ആൻഡ് ദെൻ ഇറ്റ്സ് ലീഡിങ് ടു എ സെൽഫ് ലേണിംഗ് മോഡൽസ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ്, ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ, സ്പാം ഫിൽറ്ററിംഗ്, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഇതൊക്കെയാണ്. ഫോർമൽ ഡെഫിനേഷൻ ഓഫ് മെഷീൻ ലേണിംഗ് ഈസ് a computer program is said to learn from experience C with respect to some class of task T and performance measure P. If it is performance on a task T as measured by P, improve with the experience C. Machine learning models in the uses എന്ന് പറയുവാണെങ്കിൽ prediction, classification, decision making അങ്ങനെ പോകുന്നു. Regression, predicting a continuous value. For example, house price prediction based on some year ലൊക്കേഷൻ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ നടത്തുന്നത്. അൽഗോരിതം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലീനിയർ റിഗ്രഷൻ ഒക്കെ വരും. ദെൻ ക്ലാസിഫിക്കേഷൻ്റെ കേസിൽ predict the category or class of a case. ഇപ്പോൾ നമ്മളൊരു പിക്ചർ കൊടുക്കുകയാണ്, ഒരു ക്യാറ്റിൻ്റെ പിക്കാണെങ്കിൽ അത് ആനിമൽ കാറ്റഗറിയിൽ വരുമോ അല്ലെങ്കിൽ പ്ലാന്റ് കാറ്റഗറിയിൽ പോവോ എന്നൊക്കെ പറയുന്നു. ക്ലാസിഫിക്കേഷൻ മിക്കവാറും ലേബിൾഡ് ഇൻപുട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ക്ലസ്റ്ററിംഗ് എന്ന് വെച്ചാൽ ഗ്രൂപ്പിംഗ് സിമിലർ കേസസ്, ഫൈൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് ഡേറ്റ. അത് ഇത് ക്ലാസിഫിക്കേഷനുമായിട്ട് സിമിലർ ആണ്, ബട്ട് ഇത് മിക്കവാറും അൺലേബിൾഡ് ഡേറ്റ ആയിരിക്കും. Anomaly detection, discovering abnormal cases. Sequence mining, predicting the next events. Dimensionality reduction, reducing the size of data. Recommendation systems, recommend the items to the people with similar tastes. We know that യൂട്യൂബിലൊക്കെ റെക്കമെൻഡ് ചെയ്ത് വരുന്ന വീഡിയോസ്, പിന്നെ നമ്മുടെ എവറിഡേ ലൈഫിൽ മിക്കയിടത്തും ഈ ഒരു റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. Machine learning model build ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഫസ്റ്റ് വി നീഡ് ടു ചൂസ് ദ ട്രെയിനിങ് എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ നമ്മൾ വാട്ട് കൈൻഡ് ഓഫ് ഡേറ്റ ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് എന്ന് ആദ്യം തീരുമാനിക്കുക. സൂപ്പർവൈസ്ഡ് ആണോ അതോ അൺലേബിൾഡ് ഡേറ്റ ആണോ അങ്ങനെയൊക്കെ. ദെൻ ചൂസ് ദ ടാർഗറ്റ് ഫംഗ്ഷൻ. എന്ന് വെച്ചാൽ ഡിഫൈൻ വാട്ട് ദ മോഡൽ ഷുഡ് പ്രെഡിക്റ്റ് ഓർ ലേൺ. സ്പാം യെസ് നോട്ട് സ്പാം ആണോ അതോ പ്രൈസ് പ്രൊഡിക്ഷൻ ആണോ അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ചൂസ് ഹൗ ടു റെപ്രസെൻറ്റ് ടാർഗറ്റ് ഫംഗ്ഷൻ. എന്ന് വെച്ചാൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. എക്സാമ്പിൾ ലീനിയർ ഫംഗ്ഷൻ, ഡിസിഷൻ ട്രീസ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്. ദെൻ ചൂസ് എ ലേണിംഗ് അൽഗോരിതം ടു ഇൻഫർ ദ ടാർഗറ്റ് ഫംഗ്ഷൻ. പിന്നീട് നമ്മൾ ചൂസ് ചെയ്ത ആ ടാർഗറ്റ് ഫംഗ്ഷന് അനുയോജ്യമായിട്ടുള്ള അൽഗോരിതം ചൂസ് ചെയ്യുക. എക്സാമ്പിൾ ലീനിയർ റിഗ്രഷൻ, റാൻഡം ഫോറസ്റ്റ് ഒക്കെ. ഇപ്പം നമ്മുടെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഒരു ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ലീനിയർ റിഗ്രഷൻ ആയിരിക്കും. പ്രീവിയസ് വീഡിയോയിൽ ഒരു മോഡൽ ബിൽഡിങ്ങിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. എന്ന് വെച്ചാൽ ലീനിയർ റിഗ്രഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ ബിൽഡിങ്ങിൻ്റെ എക്സാമ്പിൾ. നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്സിനെ ബേസ് ചെയ്തുകൊണ്ട് മെഷീൻ ലേണിങ്ങിനെ നമ്മൾ പല കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ മെയിൻലി ഉള്ള 4 കാറ്റഗറീസ് ആണിത്. ഫസ്റ്റ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇതിലെ ഇൻപുട്സ് ഒക്കെ ലേബിൾഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആനിമൽ ആണോ പ്ലാന്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ ആനിമൽ എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന കുറേ ഡേറ്റയും പ്ലാന്റ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന കുറേ ഡേറ്റയും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കാണും. ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മുടെ കയ്യിൽ ഈ ആനിമൽ ആണെന്ന് വിചാരിക്കുന്ന ഡേറ്റ, ഈ പ്ലാന്റ് പറഞ്ഞ ഡേറ്റയൊക്കെ കാണും, ബട്ട് അത് അൺലേബിൾഡ് ആയിരിക്കും. നമ്മളതിൽ പാറ്റേൺ അനുസരിച്ചായിരിക്കും അത് റെക്കഗ്നൈസ് ചെയ്തെടുക്കുന്നത്. ദെൻ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ ഇതിന് രണ്ടിൻ്റെ മിക്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലേബിൾഡായ ഡേറ്റ കാണും, അൺലേബിൾഡായ ഡേറ്റയും കാണും. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇതിൻ്റെ കേസിൽ നമ്മൾ ലേൺ ചെയ്യുന്നത് ട്രയൽ ആൻഡ് എറർ വെച്ചാണ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്
ലേണിംഗ് വിത്ത് ലേബിൾഡ് ഡേറ്റ. അൽഗോരിതംസ്, ഇതിൻ്റെ അൽഗോരിതത്തിൻ്റെ എക്സാമ്പിളാണ് ലീനിയർ റിഗ്രഷൻ, ഡിസിഷൻ ട്രീസ്, സപ്പോർട്ട് വെക്ടർ മെഷീൻ, ന്യൂറൽ നെറ്റ്വർക്ക്. ഇതൊക്കെ ഇതിൻ്റെ യൂസ് കേസസ് വരുന്നത് സ്പാൻ ഡിറ്റക്ഷൻ, സ്റ്റോക്ക് പ്രൈസ് പ്രഡിക്ഷൻ, ഇതിലൊക്കെയാണ്. എക്സാമ്പിൾസ് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, അൽഗോരിതംസ് ഒക്കെ. ഇതിൻ്റെ ഡേറ്റ മെയിൻലി വരുന്നത് ന്യൂമറിക്കൽ ആൻഡ് കാറ്റഗറൈസഡാണ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് കണ്ടിന്യൂസും കാറ്റഗറിക്കലായിട്ട് രണ്ടായി തിരിച്ചിരിക്കുന്നു. കണ്ടിന്യൂസിൽ വരുന്ന റിഗ്രഷൻ, കാറ്റഗറിക്കൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. ഇത്രയാണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ മോഡലിനെ ടീച്ച് ചെയ്യുന്നില്ല. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ ലേണിംഗ് പാറ്റേൺസ് ഫ്രം അൺലേബിൾഡ് ഡേറ്റ. എക്സാമ്പിൾസ് ക്ലസ്റ്ററിംഗ്, അസോസിയേഷൻ, ഇതൊക്കെയാണ്. അൽഗോരിതംസ് വരുന്ന കെ മീൻസ്, DB-SCAN, ഇതൊക്കെയാണ്. ആൻഡ് യൂസ് കേസ് എന്ന് വെച്ചാൽ കസ്റ്റമർ സെഗ്മെന്റേഷൻ, മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ്, ഇതൊക്കെയാണ്. ദെൻ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ലേബിൾഡ് ആൻഡ് അൺലേബിൾഡ് ഡേറ്റ. ടെക്നിക്കോ സെൽഫ് ട്രെയിനിങ്, കോ ട്രെയിനിങ്, ഇതൊക്കെയാണ്. യൂസ് കേസസ് മെഡിക്കൽ ഡയഗ്നോസിസ്, ഫ്രോഡ് ഡിറ്റക്ഷൻ, ഇതൊക്കെയാണ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് വെച്ചാൽ ലേൺഡ് ബൈ ഇന്ററാക്ടിങ് വിത്ത് ആൻ എൻവയോൺമെന്റ് ആൻഡ് റിസീവിങ് റിവാർഡ്സ് ആൻഡ് പെനാലിറ്റീസ്, ലൈക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. എന്ന് വെച്ചാൽ ഒരു ഏജന്റ് അതിൻ്റെ എൻവയോൺമെന്റിലേക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ പെനാൽറ്റി കിട്ടും. അതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുന്നു. കീ ടേംസ് ഏജന്റ്, എൻവയോൺമെന്റ്, റിവാർഡ്, പോളിസി ഒക്കെയാണ്. ഇനി അൽഗോരിതം പറയുവാണെങ്കിൽ ക്യൂ ലേണിംഗ്, ഡീപ് ക്യൂ നെറ്റ്വർക്ക്, പോളിസി, ഗ്രേഡിയൻസ്, ഇതൊക്കെയാണ്. യൂസ് കേസസ് റോബോട്ടിക്സ്, ഗെയിം പ്ലേയിങ്, ഓട്ടോണമസ് ഡ്രൈവിംഗ്, ഇതൊക്കെയാണ്. ആൻഡ് അഡ്വാൻസ്ഡ് മോഡൽസ്, ഡീപ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക് വിത്ത് മൾട്ടിപ്പിൾ ഹിഡൻ ലെയേഴ്സ്, ട്രാൻസ്ഫർ ലേണിംഗ് യൂസിംഗ് pre-trained model for new tasks, ഓൺലൈൻ ലേണിംഗ്, കണ്ടിന്യൂസ്ലി ലേണിംഗ് ഫ്രം ഡേറ്റ സ്ട്രീംസ്. നേരത്തെ പറഞ്ഞ ലേണിങ്ങിൻ്റെ ഒക്കെ ഒരു അൽഗോരിതം എക്സാമ്പിൾസ് ആണിത്. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ കണ്ടിന്യൂസ് ഇൻപുട്ട് വാല്യൂസ് വരുന്നതിനുള്ളതാണ്. ക്ലസ്റ്ററിംഗ് ആൻഡ് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ, SPD, സപ്പോർട്ട് വെക്ടർ മെഷീൻ, PCA, കെ മീൻസ് അൽഗോരിതംസ്, ഇതൊക്കെയാണ് അൺസൂപ്പർവൈസ്ഡ് കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ എക്സാമ്പിൾസ്. ദെൻ അൺസൂപ്പർവൈസ്ഡ് കാറ്റഗറിക്കൽ ഡേറ്റ ആണെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അസോസിയേഷൻ അനലൈസിസിൽ വരുന്ന അപ്രിയോറി, FP ഗ്രോത്ത്, ഹിഡൻ മാർക്കോവർ മോഡൽ. ആൻഡ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ കണ്ടിന്യൂസ് ഡേറ്റാസിൽ വരുന്നതാണ് റിഗ്രഷൻ, ലീനിയർ പോളിനോമിയൽ റിഗ്രഷൻ, ഡിസിഷൻ ട്രീസ്, റാൻഡം ഫോറസ്റ്റ് ഒക്കെ. അതുപോലെ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ കാറ്റഗറിക്കലി വരുന്നതാണ് KNN, ട്രീസ്, ലോജിസ്റ്റിക് റിഗ്രഷൻ, നേവി ബൈസ്, SVM, ഇതൊക്കെ. ഇതിൻ്റെ ഒരു വൈഡ് എക്സാമ്പിൾ ആണ് ഇത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗിനുള്ള കണ്ടിന്യൂസ് ടാർഗറ്റ് വേരിയബിളും കാറ്റഗറിക്കൽ ടാർഗറ്റ് വേരിയബിളും. കാറ്റഗറിക്കൽ ടാർഗറ്റ് വേരിയബിൾ ആണ് ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ എക്സാമ്പിളാണ് മെഡിക്കൽ ഇമേജിംഗ്. കണ്ടിന്യൂസ് ടാർഗറ്റ് വേരിയബിൾ ആണ് അതിൻ്റെ ഒരു ഇതാണ് റിഗ്രഷൻ, ആൻഡ് അതിൻ്റെ എക്സാമ്പിൾ ആണ് ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ. ആണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ അൺലേബിൾ ആയ ഡേറ്റ ഉള്ളപ്പം അതിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതം ടൈപ്സ് ആണ് ക്ലസ്റ്ററിംഗ് ആൻഡ് അസോസിയേഷൻ. ക്ലസ്റ്ററിംഗിൽ വരുന്ന കസ്റ്റമർ സെഗ്മെന്റേഷൻ, അസോസിയേഷനിൽ വരുന്ന മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ്. പിന്നെ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് വരുന്നതാണ് കാറ്റഗറിക്കൽ ടാർഗറ്റ് വേരിയബിൾസ്, അതിൽ ക്ലാസിഫിക്കേഷനും ക്ലസ്റ്ററിംഗും ഉണ്ട്. ക്ലാസിഫിക്കേഷനിൽ വരുന്ന ടെസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്ലസ്റ്ററിംഗിൽ വരുന്ന ലെയിൻ ഫൈൻഡിങ്, GPS ഡേറ്റ. ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് നമ്മുടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ലേണിംഗ്. അതിനകത്ത് വരുന്ന കാറ്റഗറിക്കൽ ടാർഗറ്റ് വേരിയബിൾ, കാറ്റഗറിക്കൽ ടാർഗറ്റ് വേരിയബിൾ ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺട്രോൾ യൂസ് ചെയ്യുന്നു. ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒപ്റ്റിമൈസ്ഡ് മാർക്കറ്റിംഗ് ആൻഡ് കൺട്രോളിൽ വരുന്ന ഡ്രൈവർലെസ് കാർസ്. ഇതാണ് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചുള്ള ഒരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ. ഇതിലെ പല ടേംസും ചിലപ്പോൾ പരിചിതമല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പരിചിതമാകും. ഓക്കെ, താങ്ക് യു.